അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ ബാക്കിയുള്ളതാണ് നമുക്കിനിയും പഠിക്കാനുള്ളത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്നാണ്. എന്താണ് നോക്കാം പോയിന്റ് ഒബ്ജക്റ്റ്. അതായത് നമുക്കൊരു ബസ്സിന്റെ കാര്യം കൺസിഡർ ചെയ്യാം. ഒരു ബസ്സിന് അത്യാവശ്യം വലിപ്പമുണ്ട്. ഈ ബസ് തിരുവനന്തപുരത്തു നിന്നും എറണാകുളം വരെ ട്രാവൽ ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇല്ലേ? അപ്പം ഏകദേശം ഒരു 240 കിലോമീറ്ററോളം വരും ഏകദേശം ഇല്ലേ? അപ്പോൾ എന്നാൽ ബസ്സിന്റെ നീളം വെറും ഒരു 8 മീറ്ററോ 5 മീറ്ററോ വല്ലോ ആകാം ബസ്സിന്റെ നീളം എന്ന് പറയുന്നത് ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബസ്സിന്റെ ലെങ്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബസ്സിന്റെ ലെങ്ത് ഈ കേസിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ കേസിൽ ബസ് എന്താണ്? ഒരു പോയിന്റ് ആണ്. ബസ് വലിപ്പമുള്ള ഈ ബസ്സിനെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്നും എറണാകുളത്തേക്ക് വന്ന ഈ ബസ് ഏകദേശം 240 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തു. എന്നാൽ ഈ ബസ്സിനെ നിങ്ങൾക്ക് ജസ്റ്റ് 2 പോയിന്റുകളായിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതിൻ്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റിന്റെ സൈസ് എടുക്കണമെന്നില്ല. അതിനെ 2 പോയിന്റുകളായിട്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. That is known as a point object. If the distance traveled by an object is too greater than its size, then the object can be considered as a point object. അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സൈസ് എടുക്കേണ്ട. അതിനെ ജസ്റ്റ് 2 പോയിന്റുകളായിട്ട്, ഈ ബസ്സിനെ 2 പോയിന്റുകളായിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. അതിന് മറ്റൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു ഫുട്ബോൾ ഒരു ടേബിളിൽ, ചെറിയൊരു ടേബിളിൽ നമ്മൾ ഈ ഫുട്ബോൾ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ടേബിളിന്റെ ഒരെൻഡിൽ നിന്നും ഫുട്ബോൾ ഉരുണ്ട് ഇപ്പുറത്തെ എൻഡിലേക്ക് വരുന്നു അല്ലെ? ഈ കേസിൽ ഫുട്ബോൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. കാരണം ഈ ടേബിളിന്റെ ലെങ്ത് ചിലപ്പോൾ ഒരു 2 മീറ്റർ ആയിരിക്കാം. ഈ ഫുട്ബോളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 30 സെന്റിമീറ്റർ ആകാം അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 2 മീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 30 സെന്റിമീറ്റർ അത്ര ചെറുതൊന്നുമല്ല ഇല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ കേസിൽ ഇതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഇതേ ഫുട്ബോൾ തന്നെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ഒരെൻഡിൽ നിന്നും കിക്ക് ചെയ്യുന്നു, അപ്പുറത്തെ എൻഡിലേക്ക് പോകുന്നു. ആ കേസിൽ നിങ്ങൾക്ക് ഈ ഫുട്ബോളിനെ ഒരു പോയിന്റ് ആയിട്ട് എടുക്കാം. ഇതിന്റെ സൈസ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പം ഇല്ല ഇല്ലേ? അപ്പൊ അതാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അപ്പം പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സൈസ് എടുക്കണ്ട. അതിനെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിൻ, ഒരു 500 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ. ഈ ട്രെയിൻ ഒരു പാലം ക്രോസ് ചെയ്യാണ്. 1 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു പാലം ക്രോസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ, അതായത് ഒരു 500 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഒരു പാലം ക്രോസ് ചെയ്ത് പോവാണ് അല്ലെ? ഈ പാലത്തിന്റെ ലെങ്ത് എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പോൾ ഈ കേസിൽ ഈ ട്രെയിനിന്റെ ലെങ്ത് കൂടെ എടുത്താലേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നാൽ കാരണം എന്താണ്? ഈ 500 മീറ്ററും 1 കിലോമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ചെറുതൊന്നുമല്ല ഈ 500 മീറ്റർ എന്ന് പറയുന്നത്. ഇതേ ട്രെയിൻ തന്നെ തിരുവനന്തപുരത്തു നിന്നും കാശ്മീരിലേക്ക് പോകുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ ട്രെയിനിന്റെ ലെങ്ത് അവിടെ കൺസിഡർ ചെയ്യേണ്ട. കാരണം തിരുവനന്തപുരവും കാശ്മീരും തമ്മിൽ നല്ല ദൂരമുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനിന്റെ 500 മീറ്റർ ലെങ്ത് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഈ ട്രെയിനെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പോയിന്റുകളായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ? ഇപ്പോൾ നിങ്ങൾ കടയിൽ ചെന്നിട്ട് ഒരു 1000 രൂപയുടെ അല്ലെങ്കിൽ 1001 രൂപയുടെ സാധനം വാങ്ങിക്കുന്നു, 1001 രൂപയുടെ സാധനം മേടിക്കുന്നു. അപ്പോൾ കടയിലെ
ആ ആള് പറയും എന്താണ് 1000 രൂപ മതി, 1 രൂപ വേണ്ട എന്ന് പറയും അല്ലേ. കാരണം എന്താണ്, 1000മായി കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപ വളരെ ചെറുതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആ ഒബ്ജക്റ്റിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെങ്കിൽ ഇല്ലേ, അതായത് ഇവിടെ ബസ്സിന്റെ കേസ് തന്നെ നമ്മൾ എടുത്തു. ബസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ കൂടുതലും എന്നാൽ ബസ്സിന്റെ ലെങ്ത് വളരെ ചെറുതുമാണ്. അതുകൊണ്ട് ആ കേസിൽ നിങ്ങൾ ബസ്സിന്റെ ലെങ്ത് എടുക്കേണ്ട, ബസ്സിനെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അതാണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പൊ എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇഫ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു its size, then the object can be considered as a point object. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. ഒരു 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ബസ് അത് 10 മീറ്റർ നീളമുള്ള ഒരു പാലം ക്രോസ് ചെയ്യുന്നു. ആദ്യം 5 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ബസ് പാലത്തിൻ്റെ നടുവിലെത്തുന്നു. വീണ്ടും 5 മീറ്റർ ട്രാവൽ ചെയ്യുന്നു, അപ്പോഴും ബസ് പാലത്തിൽ തന്നെയുണ്ട്. ബസ് പാലം വിട്ട് പുറത്തിറങ്ങണമെങ്കിൽ വീണ്ടും ഒരു 5 മീറ്ററൂടെ ട്രാവൽ ചെയ്യണം. അങ്ങനെ 5 മീറ്റർ നീളമുള്ളൊരു ബസ് 10 മീറ്റർ നീളമുള്ളൊരു പാലം ക്രോസ് ചെയ്യാൻ 15 മീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോഴിവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ നീളത്തോടൊപ്പം ബസ്സിൻ്റെ നീളം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ നീളമുള്ളൊരു ബസ് 10 മീറ്റർ നീളമുള്ളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ ആ ബസ്സിനെ നമുക്കവിടെ പോയിൻ്റ് ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബസ്സിൻ്റെ നീളം കൂടെ 5 മീറ്റർ കൺസിഡർ ചെയ്യണം. ഇതേ ബസ് തന്നെ 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലോ? 10 കിലോമീറ്റർ എന്ന് പറയുന്നത് 10,000 മീറ്ററാണ്. 10,000 മീറ്ററുമായി കമ്പയർ ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ലെങ്തായ 5 മീറ്റർ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽ നമ്മൾ 10,000 + 5 = 10,005 എന്ന് എഴുതേണ്ട. 10,005 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അപ്രോക്സിമേറ്റ്ലി 10,000-ന് ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ബസ് എന്താണ്? ഒരു പോയിൻ്റ് ഒബ്ജക്റ്റാണ്. ബസ്സിൻ്റെ ലെങ്തായ 5 മീറ്റർ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് ഇല്ല. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് നോക്കാം. ഫ്രെയിം ഓഫ് റെഫറൻസ് അതായത് നമ്മൾ പഠിച്ചു ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്നുള്ളത് റിലേറ്റീവ് ആണ്. അതായത് ബസ്സിനുള്ളിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ബസ്സിലെ പാസഞ്ചേഴ്സ് എല്ലാം റെസ്റ്റിലാണെന്ന് ഫീൽ ചെയ്യും. എന്നാൽ ബസ്സിന് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് ഈ ബസ്സിലുള്ള പാസഞ്ചേഴ്സ് എല്ലാം മൂവ് ചെയ്യുകയാണെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ എവിടെയാണോ ഒരാൾ ഒരു മോഷനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിനുള്ളിൽ നിന്നാണ് ഈ മോഷൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ബസ്സിനുൾവശമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ ഫ്രെയിം റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളവരെല്ലാം റെസ്റ്റിലാണെന്ന് പറയുന്നത്. എന്നാൽ ബസ്സിന് വെളിയിൽ നിന്നാണ് ഞാൻ ഈ ബസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നവരെ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ബസ്സിന് പുറത്താണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് ബസ്സിന് പുറത്തുള്ള ഒരു ഫ്രെയിം റെഫർ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിനനുസരിച്ച് ഈ ബസ്സിന്റെ പൊസിഷൻ മാറുന്നു. അപ്പോൾ ബസ്സിലെ പാസഞ്ചേഴ്സ് മോഷനിലാണെന്ന് പറയുന്നു. എങ്കിൽ ഈ ബസ്സിനുള്ളിലാണ് ഞാൻ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കുന്നതെങ്കിൽ എന്താണ്? ആ ഫ്രെയിം ബസ്സിനുള്ളിലാണ്. അപ്പോൾ ആ ഫ്രെയിമുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ ഈ ബസ്സിനുള്ളിലുള്ള പാസഞ്ചേഴ്സിന്റെ പൊസിഷൻ മാറാത്തതുകൊണ്ട് ഞാൻ പറയുന്നു ബസ്സിനുള്ളിലുള്ളവരെല്ലാം റെസ്റ്റിലാണ്. എന്നാൽ ഞാൻ ഈ ബസ്സിനുള്ളിൽ ഇരുന്നുകൊണ്ട് പുറത്തെ മരങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരൊക്കെ ഓടുന്നതായിട്ട് തോന്നും ഇല്ലേ? നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മരങ്ങളൊക്കെ പുറമോട്ട് ഓടുന്നതായിട്ട് നമുക്ക് തോന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ, അതായത് ഒരു മോഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എവിടെയാണോ ഒബ്സർവർ ഇരിക്കുന്നത് അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം വേണം. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് അല്ലേ? ഇതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ എന്ത് വേണം? ഒരു ക്ലോക്ക് കൂടെ വേണം. കാരണം ടൈം മെഷർ ചെയ്യണം. മോഷനിലാണോ റെസ്റ്റിലാണോ എന്നൊക്കെ അറിയാൻ എന്ത് ചെയ്യണം? ടൈം കൂടെ നോക്കണം. ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മോഷൻ, മാറുന്നില്ലെങ്കിൽ റെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു ക്ലോക്ക് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. Then frame of reference means
എ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും ഒരു ക്ലോക്ക് കൂടെ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പറയും ഇതാണ് ഒറിജിൻ. അപ്പൊ എന്താണ് ഒറിജിൻ? ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇൻ ഓർഡർ ടു സ്പെസിഫൈ ദി പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വി ഹാവ് ടു. അപ്പം ഇവിടെ ഒരു ഒറിജിൻ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയണമെങ്കിൽ ഇല്ലേ, ഇയാൾ ഇവിടെ നിൽക്കുന്നു ഇല്ലേ, ഇയാൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? ഇയാളുടെ പൊസിഷൻ പറയണം അല്ലേ? അപ്പൊ പൊസിഷൻ പറയുമ്പോൾ എപ്പോഴും ഒരു പോയിന്റിനെ റെഫർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പൊസിഷൻ പറയുന്നത് അല്ലേ? ആ റെഫറൻസ് പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒറിജിൻ ഇതാണ് അല്ലെ? ഈ ഒറിജിനിൽ നിന്നും ഇയാൾ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് അല്ലെ? അപ്പോൾ ഈ ഒറിജിൻ വെച്ചിട്ടാണ് നമ്മൾ ഇയാളുടെ പൊസിഷൻ പറഞ്ഞത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയാൾ നടന്ന് ഇവിടെ വന്നു അല്ലെ? ഇപ്പോൾ ഇയാൾ ഒറിജിനിൽ നിന്നും 15 മീറ്റർ ഡിസ്റ്റൻസിലാണ് അല്ലെ? അപ്പം ഈ ഒറിജിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇയാളുടെ പൊസിഷൻ നമ്മൾ പറയുന്നത് അല്ലെ? അപ്പം ഈ ഒരു റെഫറൻസ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എടുത്തുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഫ്രെയിം എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഒബ്ജക്റ്റിന്റെ മോഷനോ റെസ്റ്റോ ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബസ്സിലിരുന്നാണ് ഈ മോഷൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഈ സാധനമെല്ലാം ബസ്സിനുള്ളിലായിരിക്കും അല്ലേ? ബസ്സിന് പുറത്തു നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ബസ്സിന് പുറത്തായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന് എന്തൊക്കെയുണ്ട്? ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും ഉണ്ട്, പിന്നെ ഒരു ക്ലോക്കും വേണം, നമ്മുടെ കയ്യിൽ ഒരു വാച്ചും വേണം, സമയം മെഷർ ചെയ്യണ്ടേ അതിനു വേണ്ടി. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഏതൊക്കെ തരം മോഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. Then first one, motion in one dimension. It is also known as rectilinear motion. Rectilinear motion എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈനിലുള്ള മോഷനെയാണ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ മീൻസ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരാൾ ട്രാവൽ ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് റെയിൽ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെ ഒരു ബസ് മൂവ് ചെയ്യുന്നു ഇല്ലേ? ഇതൊക്കെ എന്താണ്? റെക്റ്റിലീനിയർ മോഷൻ, അല്ലെങ്കിൽ എന്താണ്? മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇതിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്നറിയാവോ? അതായത് വൺ ഡയമെൻഷൻ മോഷനിൽ ഒറ്റ ഒരു വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ പൊസിഷൻ പറയാം. നോക്കാം. അതായത് ഞാനൊരു നൂലിങ്ങനെ കെട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒറിജിൻ ഉണ്ട്, ഇതാണ് ഒറിജിൻ എന്ന് വെക്കാം 0. നമ്മളൊരു നമ്പർ ലൈൻ ഒക്കെ എടുക്കുന്ന പോലെ അല്ലേ? അപ്പം ഇവിടം വരെ 1 മീറ്റർ, ഇവിടം വരെ 2 മീറ്റർ, ഇവിടം വരെ 3 മീറ്റർ, ദെൻ 4 മീറ്റർ. അപ്പോൾ ഒരു ഉറുമ്പ് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഉറുമ്പിന്റെ പൊസിഷൻ 1 മീറ്റർ അല്ലേ? ഉറുമ്പ് ഇവിടെ വന്നു 2 മീറ്റർ അല്ലേ? അപ്പൊ ഒരാള് എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഉറുമ്പ് എവിടെ ഉണ്ട്? ഞാൻ പറയുന്നു 3 മീറ്ററിൽ പോയി നോക്കാൻ പറയുന്നു അല്ലേ? അപ്പൊ അയാൾക്കറിയാം ഇത് ഒറിജിൻ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു 3 മീറ്റർ, ഇവിടെ ഇരിക്കുന്നു ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പിന്റെ പൊസിഷൻ ഞാൻ അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ വാല്യൂ പറഞ്ഞോളൂ, 3 മീറ്റർ അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ മോഷനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്, നിജപ്പെടുത്തിയിരിക്കുകയാണ്, ഈ നൂല് കെട്ടിയിരിക്കുകയാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉറുമ്പിന് ചാടാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും ഈ ഉറുമ്പ് ഈ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈനിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന മോഷനെയാണ് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഒറ്റ വാല്യൂ മതി ഇല്ലേ? അതുകൊണ്ടാണ് ഇതിനെ വൺ ഡയമെൻഷൻ, ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ ഇതിന്. അതാണ് വൺ ഡയമെൻഷൻ മോഷന്റെ പ്രത്യേകത. ദെൻ ഇഫ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്ട്രെയിറ്റ് ലൈൻ, ദെൻ ദി മോഷൻ ഈസ് നോൺ ആസ് വൺ ഡയമെൻഷൻ മോഷൻ ഓർ റെക്റ്റിലീനിയർ മോഷൻ. അതായത്
ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ നിജപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റെക്ടിലീനിയർ മോഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിന്റെ പൊസിഷൻ, അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് പറയണമെങ്കിൽ ഒറ്റ വാല്യൂ മതി. അതുകൊണ്ടാണ് ഇതിനെ വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ടു ഡയമെൻഷണൽ മോഷനാണ്. എന്താണെന്ന് നോക്കാം. ടു ഡയമെൻഷണൽ മോഷൻ, ഒരു ഉറുമ്പ് ഈ ബോർഡിലൂടെ ഇഴഞ്ഞു പോകുന്നു, ഇല്ലേ? ഈ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്ലെയിൻ. ഒരു പ്ലെയിൻ ആണ് ഈ ബോർഡ്, ഒരു പ്രതലമാണ്, അല്ലേ? ആണല്ലോ. അപ്പോൾ ഒരു നൂലിൽ കൂടെ ഉറുമ്പ് പോയതുപോലെയല്ല, ഈ പ്രതലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഉറുമ്പിന് പോകാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഞാനിവിടെ ഗ്രാഫിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു എക്സ് ആക്സിസും വൈ ആക്സും വരികയാണ്, അല്ലേ? ദെൻ ഇത് ഒറിജിൻ, അല്ലേ? ഇവിടെ ഞാൻ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെ 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഉറുമ്പ് ഇവിടെ ഇരിക്കുന്നു, അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഉറുമ്പിന്റെ പൊസിഷൻ ഞാൻ പറയണം. കാരണം ഇത് ഇവിടോട്ട് വേണമെങ്കിൽ ഉറുമ്പിന് പോകാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉറുമ്പിന്റെ പൊസിഷൻ എനിക്ക് പറയണം. ഈ ഉറുമ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ 2 മീറ്ററിലും വൈ ആക്സിസിൽ 1 മീറ്ററിലുമാണ്, അല്ലേ? ഞാൻ അതിനെ 2,1 എന്ന് എഴുതി, അല്ലേ? അതായത് ഈ ഒരു പ്ലെയിനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ, അല്ലെങ്കിൽ ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയണമെങ്കിൽ മിനിമം 2 വാല്യൂസ് എങ്കിലും പറയണം. അതുകൊണ്ടാണ് ഇതിനെ ടു ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഉറുമ്പിന്റെ പൊസിഷൻ 3 മീറ്ററിലാണെന്ന് ഒരാളൊക്കെ പറഞ്ഞാൽ, അതായത് ഇതാണ് 3 മീറ്റർ, അല്ലേ? 3 മീറ്ററിൽ ഇവിടെ വന്നാലും 3 മീറ്റർ, കാരണം ഈ എക്സ് ആക്സിൽ ഇങ്ങോട്ട് ഇവിടെയും 3 മീറ്റർ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വന്നാലും ഈ ഉറുമ്പ് എന്തിലാണ്? 3 മീറ്ററിലാണ്. അപ്പോൾ 3 മീറ്റർ എന്ന് മാത്രം ഞാനൊരു വാല്യൂ കൊടുത്താൽ ഈ കേൾക്കുന്ന ആൾക്ക് ഈ ഉറുമ്പിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 മീറ്റർ, ഇവിടെ നിന്നും അങ്ങോട്ട് 3 മീറ്റർ, ഒറിജിനിൽ നിന്നും ഇത് 3 മീറ്റർ ആണ്, ഇതും 3 മീറ്റർ ആണ്, ഇതും 3 മീറ്റർ ആണ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു വാല്യൂ കൂടെ കൊടുക്കുകയാണ്, 2 മീറ്റർ. അതായത് എക്സ് ആക്സിസിൽ 3 മീറ്ററും വൈ ആക്സിസിൽ 2 മീറ്ററും. ഈ 2 വാല്യൂസുടെ ഒത്തുചേരുന്ന ഒറ്റ പോയിന്റ് ഈ ബോർഡിലുള്ളൂ, 3, 2 ഇത്, ഇല്ലേ? അപ്പൊ ആ പോയിന്റിൽ ചെന്ന് നോക്കിയാൽ ഈ ഉറുമ്പിനെ അയാൾക്ക് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം 2 വാല്യൂസ് എങ്കിലും കൊടുക്കണം. അതുകൊണ്ട് ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ മോഷനെ ടു ഡയമെൻഷണൽ മോഷൻ എന്നാണ് വിളിക്കുന്നത്. 2 ഡയമെൻഷൻ, 2 ഡയമെൻഷൻസ് ഉണ്ട്. സ്ട്രൈറ്റ് ലൈനിലാണെങ്കിൽ ഒറ്റ വാല്യൂ കൊടുത്തതിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാം. അതുകൊണ്ട് അതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു പ്ലെയിനിലാവുമ്പോൾ എക്സ് വാല്യൂയും കൊടുക്കണം, വൈ വാല്യൂയും കൊടുക്കണം. 2 കോർഡിനേറ്റുകളുടെ വാല്യൂ അറിഞ്ഞാലേ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് പ്ലെയിനിലുള്ള മോഷനെയാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. 2 ഡയമെൻഷണൽ മോഷൻ, ഇഫ് ദി മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ പ്ലെയിൻ ദെൻ ദി മോഷൻ ഈസ് നോൺ ആസ് 2 ഡയമെൻഷണൽ മോഷൻ. സർഫസിലൂടെയുള്ള മോഷനുകളെല്ലാം 2 ഡയമെൻഷണൽ മോഷനാണ്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഡയമെൻഷണൽ മോഷന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില എക്സാമ്പിൾസ് 2 ഡയമെൻഷണൽ മോഷനിൽ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഒന്നാണ് മോഷൻ ഓഫ് എ ബോട്ട് ഓൺ എ ലേക്ക്. അതായത് ഒരു ലേക്കിലൂടെ, അതായത് ഒരു തടാകത്തിലൂടെ ഒരു ബോട്ട് ഇങ്ങനെ ഒഴുകിപ്പോന്നു, ഇല്ലേ? ഇത് എന്താണ്? 2 ഡയമെൻഷൻ മോഷൻ ആണ്. കാരണം തടാകത്തിന്റെ ആ പരപ്പിൽ, ആ പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും ഈ ബോട്ടിന് പോകാം, ഇല്ലേ? നാം മുകളിലോട്ട് ചാടി പോകാൻ പറ്റുമോ ബോട്ടിന്? ഇല്ല. അപ്പൊ അത് വേറെ ഒരു ഡയമെൻഷൻ കൂടെ അതിനകത്ത് വരും, മുകളിലോട്ട് പോയാൽ. അപ്പൊ അതുകൊണ്ട് ആ സർഫസിലൂടെ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അതെന്താണ്? 2 ഡയമെൻഷൻ മോഷൻ ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു ഗണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബുള്ളറ്റിന്റെ പാത്ത് എന്താണ്? അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷൻ മോഷനാണ്. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ബുള്ളറ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നു എന്നാണ്, അല്ലേ? എന്നാൽ നമ്മളൊരു കല്ല് വലിച്ചെറിയുന്ന പോലെയാണ് ഒരു ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതായത്
കല്ല് വലിച്ചെറിയുമ്പോൾ എന്ത് സംഭവിക്കും? കല്ല് ഇങ്ങനെ പോയിട്ട് അല്പം താഴെ വന്ന് വീഴും. അതിനെയൊക്കെ നമ്മൾ പ്രൊജക്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇനി ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഒരു ഗണ്ണിൽ നിന്നും ബുള്ളറ്റും പുറത്തു വരുന്നത്. ബുള്ളറ്റ് ശരിക്കും സ്ട്രെയിറ്റ് ലൈനിലല്ല, ഇതുപോലെ തന്നെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ കാരണം അല്പം താഴേക്ക് ചരിഞ്ഞാണ് അതും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ബുള്ളറ്റിന്റെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിലല്ല. ഈ ബുള്ളറ്റ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സങ്കല്പിക്കാം അതൊരു ഇമാജിനറി പ്ലെയിനിലൂടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കാം. ഇങ്ങനെയൊരു ഇമാജിനറി പ്ലെയിനിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതായത് ബുള്ളറ്റ് ഇങ്ങനെയും പോകത്തില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ 2 ഡയമെൻഷൻ മോഷൻ അല്ല, ഇല്ലേ? അപ്പം ഒരു ഗണ്ണിൽ നിന്നും നിങ്ങളുടെ നേരെ വരുന്ന ബുള്ളറ്റ് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു 2 ഡയമെൻഷൻ മോഷനാണ്. അപ്പോൾ ഒരു ഗണ്ണിൽ നിന്നും പുറത്തു വരുന്ന ബുള്ളറ്റിന്റെ മോഷൻ എന്താണ്? 2 ഡയമെൻഷൻ മോഷനാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദി സൺ. അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ ഇങ്ങനെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഇമാജിനറി പ്ലെയിനിലൂടെ, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു പ്ലെയിനിലൂടെയാണ് പ്ലാനറ്റുകൾ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു പ്ലാനറ്റ് ഇങ്ങനെ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഒരു പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്ലെയിനിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? അല്ലാതെ ഈ പ്ലാനറ്റ് കറങ്ങുന്നതിനോടൊപ്പം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യില്ല, അല്ലേ? ഈ ഒരു പ്ലെയിനിലൂടെയാണ് അവരെപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ പിക്ചറുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഓരോ പ്ലാനറ്റുകളും ഓരോ പ്ലെയിനിലൂടെയാണ് കറങ്ങുന്നത്. അവിടെ ഒരു പേപ്പർ വെച്ചാൽ അവിടെ ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സങ്കല്പം പറ്റും, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്ലെയിനിലൂടെയാണ്, അവിടെ ഒരു പ്ലെയിൻ ഇല്ല, പക്ഷെ ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ ഒരു ഇമാജിനറി പ്ലെയിനിലൂടെയാണ് പ്ലാനറ്റുകൾ മൂവിലൂടെയാണ് ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് നമുക്ക് അവിടെ സങ്കല്പിക്കാം. അതുകൊണ്ട് അതും എന്താണ്? 2 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഇനി നാലാമത്തെ എക്സാമ്പിൾ ആണ് മോഷൻ ഓഫ് ആൻഡ് ഓൺ ദി സർഫസ് ഓഫ് എ ഗ്ലോബ്. ഒരു ഉറുമ്പ് ഗ്ലോബിന്റെ സർഫസിലൂടെ നടന്നു പോകുന്നു, അല്ലേ? അപ്പം ഗ്ലോബ് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണ്, എന്നാലും ഉറുമ്പ് സർഫസിലൂടെ അല്ലേ നടക്കത്തുള്ളൂ, മുകളിലോട്ട് ചാടുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സർഫസിലൂടെ, ഏതെങ്കിലും ഒരു സർഫസിലൂടെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും 2 ഡയമെൻഷൻ മോഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒരു ബോളിന്റെ സർഫസിലൂടെയോ ഒരു ഗ്ലോബിന്റെ സർഫസിലൂടെയോ ഒരു ഉറുമ്പ് നടന്നു പോയാൽ അതെന്താണ്? 2 ഡയമെൻഷണൽ മോഷൻ ആണ്. അതായത് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ 1 ഡയമെൻഷൻ മോഷൻ, പ്ലെയിനിലാണെങ്കിൽ 2 ഡയമെൻഷൻ മോഷൻ, അങ്ങനെയാണെങ്കിൽ സ്പേസിൽ ആണെങ്കിൽ അതിനെ നമ്മൾ 3 ഡയമെൻഷൻ മോഷൻ എന്നാണ് പറയുന്നത്. ദെൻ മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് 3 ഡയമെൻഷണൽ മോഷൻ. അതായത് നമ്മളൊരു ബട്ടർഫ്ലൈയുടെ കേസ് കൺസിഡർ ചെയ്യുന്നു, അല്ലേ? Y ആക്സിസ്, അല്ലേ? ഇത് രണ്ടും നമ്മൾ ഇവിടെ വരച്ചു. ഇനി ഒരു ബട്ടർഫ്ലൈ, അല്ലേ? ഒരു ബട്ടർഫ്ലൈ 1 മീറ്റർ 2 മീറ്റർ, അല്ലേ? ഇവിടെ 1 മീറ്റർ 2 മീറ്റർ. തൊട്ട് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്ത പോലെ എക്സ് ആക്സും വൈ ആക്സും ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ഇവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ കൂടി ഇങ്ങനെ പറന്നു പോവാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2 വാല്യൂസ് വെച്ച് ഒരാൾക്ക് പറയാണ് ഈ ബട്ടർഫ്ലൈ ഇന്ന സ്ഥലത്തുണ്ടെന്ന്, അല്ലേ? അപ്പൊ ഞാൻ പറയാണ് 2 മീറ്റർ 1 മീറ്ററിൽ ഈ ബട്ടർഫ്ലൈ ഉണ്ട്. അപ്പൊ എക്സ് വാല്യൂ ആണ് 2 മീറ്റർ, വൈ വാല്യൂ ആണ് 1 മീറ്റർ. അപ്പം 2 മീറ്റർ 1 മീറ്റർ. അപ്പോൾ മുമ്പത്തെ കേസിൽ ഒരു ഉറുമ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഉറുമ്പിന് ഈ ബോർഡിലൂടെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ബട്ടർഫ്ലൈ അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ബട്ടർഫ്ലൈ വേണമെങ്കിൽ ഇങ്ങോട്ടും പറക്കാം, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 2 മീറ്റർ 1 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെയാകാം, 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 ഇല്ലേ? കാരണം ഈ പൊസിഷനിലെല്ലാം എക്സ് വാല്യൂ 2 മീറ്ററും വൈ വാല്യൂ 1 മീറ്ററുമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് എവിടെ വേണമെങ്കിലും പറന്നു പോകാൻ പറ്റുന്നതുകൊണ്ട് അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഇല്ലേ? ഒരു സർഫസിലൂടെ നടന്നു പോകുന്ന പറഞ്ഞ പോലെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ മുറിയിൽ എവിടെ വേണമെങ്കിലും അതിന് പറന്നു പോകാം, ഇല്ലേ? അതുകൊണ്ട് ഒരു ബട്ടർഫ്ലൈയുടെ പൊസിഷൻ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ടുള്ള പൊസിഷനും കൂടെ പറഞ്ഞാലേ കറക്റ്റ്. എക്സ് വാല്യൂ 2 മീറ്റർ, വൈ വാല്യൂ 1 മീറ്റർ, അതുപോലെ മുന്നോട്ടുള്ള ഇസഡ് വാല്യൂ കൂടെ പറയണം. ഇസഡ് വാല്യൂ 5 മീറ്റർ.
അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 3 വാല്യൂസും കൂടെ ചേരുന്ന ഒറ്റ ഒരു പോയിന്റ് ഈ ക്ലാസ്സിൽ കാണുള്ളൂ. അവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് ഈ ബട്ടർഫ്ലൈയെ കാണാം, ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്പേസിൽ ഇഷ്ടമുള്ളതുപോലെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ അയാളുടെ പൊസിഷൻ നമ്മൾ പറയണമെങ്കിൽ 3 വാല്യൂസ് വേണം, അല്ലേ? അതുകൊണ്ട് അതിനെ 3 ഡയമെൻഷണൽ മോഷൻ എന്നാണ് വിളിക്കുന്നത്. ദെൻ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ സ്പേസ് ഈസ് നോൺ ആസ് 3 ഡയമെൻഷണൽ മോഷൻ. അതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മിനിമം 3 പോയിന്റുകളെങ്കിലും നമ്മൾ, അല്ലെങ്കിൽ 3 വാല്യൂസ് എങ്കിലും പറഞ്ഞാൽ 3 ഡയമെൻഷൻസ് ഉണ്ട് അതിനെയാണ് 3D. അതിന്റെ ഷോർട്ട് ഫോം ആണ് 3D, അല്ലേ? 3 ഡയമെൻഷണൽ മോഷൻ. അതുപോലെ തന്നെ അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് 3 ഡയമെൻഷണൽ മോഷൻ. എക്സാമ്പിൾ ആണ് എന്താണ്? മോഷൻ ഓഫ് എ ബട്ടർഫ്ലൈ, അതുപോലെ തന്നെ മോഷൻ ഓഫ് ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ എയർ, അല്ലേ? അതായത് പിന്നെ ബട്ടർഫ്ലൈയുടെ മോഷൻ, അതുപോലെ തന്നെ ഒരു കഷ്ണം പേപ്പർ നമ്മൾ പറത്തി വിടുന്നു, ഒരു പേപ്പർ ഷീറ്റ് പറത്തി വിടുന്നത്. എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് ഒരു പിടിയില്ല, ഇല്ലേ? ഒരു പ്ലെയിനിലൂടെ ഒന്നും അല്ല പോകുന്നത്, അത് സ്പേസിലൂടെയാണ് പോകുന്നത്, ഇല്ലേ? അപ്പൊ അങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യണം? മിനിമം 3 വാല്യൂസ് എങ്കിലും വേണം. അപ്പൊ അതിനെയാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് നമ്മൾ പറയും, അല്ലെ? അപ്പം 3D സിനിമ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം 3D സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അതായത് അതിനകത്തിലെ ക്യാരക്ടേഴ്സ് ഒക്കെ സ്ക്രീന് പുറത്ത് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മൊബൈലിലൊക്കെ കാണുന്നത് 2D ആണ്, 2 ഡയമെൻഷനേ ഉള്ളൂ, ഇല്ലേ? എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്, ഇല്ലേ? ഈ 2 കോർഡിനേറ്റുകൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ TV-യിലൊക്കെ കാണുന്നത് 2D ഫിലിംസ് ആണ്, അല്ലേ? അപ്പൊ അതിന്, ഇല്ലേ, നീളമുണ്ട്, വീതിയുണ്ട്, ഈ 2 സംഭവങ്ങളേ ഉള്ളൂ, ഇല്ലേ? ഈ മുന്നോട്ടുള്ള ആ ഡിസ്റ്റൻസ് നമുക്ക് അതിനകത്തിൽ ഫീൽ ചെയ്യില്ല. എന്നാൽ 3D പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഈ മുന്നോട്ടൂടുള്ളൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ സ്ക്രീനിന്റെ പുറത്ത് ക്യാരക്ടേഴ്സ് ഒക്കെ നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതുപോലെയാണ് 3 ഡയമെൻഷൻ, ഇല്ലേ? സ്പേസിലുള്ള മോഷനെയാണ് 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, അതായത് നമ്മൾ 2 ഡയമെൻഷണൽ മോഷന് 2 എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഒരു ബുള്ളറ്റ് എയറിലൂടെ പോകുന്നത്. അപ്പം ബുള്ളറ്റ് സ്പേസിലൂടെ അല്ലേ പോകുന്നത്? പക്ഷേ സ്പേസിലൂടെ പോയവരെല്ലാം എന്താകില്ല? 3 ഡയമെൻഷൻ മോഷൻ ആകത്തില്ല. സ്പേസിലൂടെ പോകുന്ന ബുള്ളറ്റ് പേപ്പർ പറക്കുന്ന പോലെ ഇങ്ങനെയും കൊണ്ടും പോകത്തില്ല, ഒറ്റ ഒരു പ്ലെയിനിലൂടെ അത് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് 2 ഡയമെൻഷൻ മോഷൻ ആയത്. അതുപോലെ തന്നെ നമ്മുടെ സ്പേസിൽ കിടന്ന് കറങ്ങുന്ന പ്ലാനറ്റുകൾ, അല്ലേ? അത് 3 ഡയമെൻഷൻ മോഷൻ അല്ലേ എന്നൊരു സംശയം ഉണ്ടാവും. അതായത് പ്ലാനറ്റുകൾ കറങ്ങുന്നത് ഈ പേപ്പർ ഷീറ്റ് പോകുന്ന പോലെ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ഇഷ്ടമുള്ളോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയല്ല. അതായത് ഒരു പർട്ടിക്കുലർ പ്ലെയിനിലൂടെ, ഒരു സാങ്കല്പിക പ്ലെയിനിലൂടെയാണ് അവരെപ്പോഴും എന്ത് ചെയ്തിരിക്കുന്നത്? കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് അവർ കറങ്ങുന്ന സ്ഥലത്ത് ഒരു പ്ലെയിൻ ഉള്ളതായിട്ട് സാങ്കല്പിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം അവർ സ്പേസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഡയമെൻഷൻ മോഷൻ ആണെന്ന് പറയാം, ഇല്ലേ? അപ്പോൾ സ്പേസിലൂടെ മൂവ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അതൊരിക്കലും എന്താകില്ല? 3 ഡയമെൻഷൻ മോഷൻ ആകില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇന്ന് പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് പഠിച്ചു, പിന്നെ 3 തരത്തിലുള്ള മോഷൻസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. അപ്പോൾ ഈ 3 തരത്തിലുള്ള മോഷനും അതിൻ്റെ എക്സാമ്പിൾസും നന്നായിട്ടൊന്ന് ഓർത്തു വെക്കുക. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.